ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജെ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ രാവിലെ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോരുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ ഹുഡ് തുറന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാറുണ്ട്. കുറച്ച് പേരെങ്കിലും ഈ ഒരു കാര്യം ചെയ്യുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാൽ ഇങ്ങനെ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം ഈ ഒരു ഭാഗത്ത് കുറച്ച് ഓയിൽ ലീക്ക് കണ്ടു എന്ന് ജസ്റ്റ് സങ്കല്പിക്കുക. അതായത് ഈ ഒരു പോർഷനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ കുറച്ച് ഓയിൽ ലീക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഓയിൽ ലീക്ക് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? അതായത് നിങ്ങളുടെ വാഹനത്തിന് എവിടെന്നെങ്കിലും ആയിക്കോട്ടെ, ചിലപ്പം വാഹനത്തിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഓയിൽ കണ്ടു, അല്ലെങ്കിൽ വാഹനം ഇട്ടിരുന്ന സ്ഥലത്ത് കുറച്ച് ഓയിൽ കണ്ടു, പിറ്റേ ദിവസം രാവിലെ നോക്കുന്ന സമയത്ത് കുറച്ച് ഒലിച്ച് സൈഡിലോട്ടൊക്കെ വന്ന് നിൽക്കുന്നത് കണ്ടു. അന്നേരം ജസ്റ്റ് നമ്മൾ ഹുഡ് തുറന്നിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ആ ഓയിൽ ലീക്ക് കൃത്യമായിട്ടൊരു സ്ഥലത്ത് അത് കണ്ടു. ഒന്നെങ്കിൽ ഈ സൈഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ സൈഡ് ആയിക്കോട്ടെ, ഇവിടെ എവിടെയെങ്കിലും നമ്മൾ ആ ഓയിൽ ലീക്ക് സ്പെസിഫൈ ചെയ്ത് കണ്ടു ഇന്ന സ്ഥലത്തു നിന്നാണ്. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ ഓയിലിൻ്റെ സ്റ്റിക്ക് എടുത്ത് കൃത്യം എത്ര ലെവൽ ഓയിൽ വാഹനത്തിൽ കുറവുണ്ടെന്നാണ് ആദ്യം നോക്കേണ്ടത്. അതായത് ഓയിൽ ലീക്ക് എവിടെ നിന്നോ ആയിക്കോട്ടെ കുഴപ്പമില്ല, പക്ഷേ എന്തേരം ഓയിൽ കുറവുണ്ടെന്ന് നോക്കണം ഫസ്റ്റ് കാര്യം. അപ്പോൾ നമ്മളിതെടുത്ത് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് മിക്ക ഡിപ്സ്റ്റിക്കിലും 2 ഡോട്ട്സ് വരുന്നുണ്ട്. ആ 2 ഡോട്ടുകളിൽ ഏറ്റവും മേളത്തെ ഡോട്ടും തൊട്ട് താഴത്തെ ഡോട്ടിൻ്റെയും സെൻട്രൽ പോർഷനിലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്കയായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, നമ്മുടെ വാഹനത്തിനകത്ത് എഞ്ചിൻ ഓയിലുണ്ട്. ഇനി ലാസ്റ്റ് ഡോട്ടിൻ്റെ അവിടെയാണ് നിൽക്കുന്നതെങ്കിൽ അതുവരെ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാൻ സാധിക്കും. പക്ഷേ ഒത്തിരി ലോങ്ങോ കാര്യങ്ങളൊന്നും പോകാൻ പാടില്ല, നേരെ ഷോറൂമിൽ തന്നെ കൊണ്ട് കാണിച്ചോണം. ഇനി ഓയിൽ ആ ഡോട്ടിലും താഴെയാണ്, അല്ലാതെ സ്റ്റിക്കിൽ ഓയിൽ കാണിക്കുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനം അവിടെ നനക്കാൻ പാടില്ല. അതായത് വാഹനം എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിർത്തിയിട്ടേക്കുക. ഏറ്റവും അടുത്തുനിന്നുള്ള ഷോറൂമിൽ നിന്ന് ആൾക്കാരെ വിളിച്ച് അവരോട് വരാൻ പറഞ്ഞ് ഓയിൽ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം ഈ വാഹനം ഷോറൂമിലോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ഈ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ഇവിടെ എങ്ങും ഒരു ഓയിൽ ലീക്ക് കാണുന്നില്ല. ഏറെക്കുറെ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഓയിൽ ലെവൽ ഒട്ടും തന്നെ കുറവില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിനകത്തു നിന്നാണ് ഓയിൽ ലീക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഗിയർ ബോക്സിനകത്ത് ഓയിൽ ലീക്ക് വരുന്നത് സ്വാഭാവികമായിട്ട് അണ്ടർ ബോഡി ഹിറ്റ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഓയിൽ സീൽ, അതായത് നമ്മുടെ ഡ്രൈ ഷാഫ്റ്റിലോട്ട് പോകുന്ന ഓയിൽ സീലിൻ്റെ അവിടെ നിന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടും ഓയിൽ ലീക്ക് വരാം. അപ്പോൾ ഓയിൽ ലീക്ക് ഒരിക്കലും നമ്മുടെ എഞ്ചിൻ ഓയിൽ മാത്രമായിരിക്കത്തില്ല, ഗിയർ ഓയിലും ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏതാണ് എവിടെ നിന്നാണ് ഈ ഓയിൽ ലീക്ക് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അതിന് വേണ്ട റിപ്പയറാണ് ചെയ്യേണ്ടത്.